തന്റെ ചെറിയ ബാഗ് എടുത്ത് ആസ്ത വീണ്ടും അർമാന്റെ റൂമിലേക്ക് തിരിച്ചെത്തി. നിന്റെ സാധനങ്ങൾ ആ കോർണറിൽ വെച്ച് ഇവിടെ ഇരിക്കെ. ഇനി എന്താണ് അവൻ എന്നിൽ നിന്ന് വേണ്ടത്? ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ? ആ പ്രൊഫൈൽ എടുക്ക്. അതിനുള്ളിൽ ഒരു കോൺട്രാക്റ്റ് ഉണ്ട്. നീ എൻ്റെ കൂടെ ഈ റൂമിൽ കഴിയുന്ന അത്രയും ആ കോൺട്രാക്റ്റ് അനുസരിച്ചായിരിക്കും ജീവിക്കേണ്ടത്. സൈൻ ചെയ്. ഫയലിലുണ്ടായിരുന്ന കോൺട്രാക്ട് പേപ്പേഴ്സ് കണ്ട നിമിഷം ആസ്തയുടെ കണ്ണുകൾ വലുതായി. അവളുടെ മുഖത്തെ നിറം മുഴുവൻ മാഞ്ഞുപോയി. അത് കേട്ട ആസ്ത ഫയലിനുള്ളിലെ പേപ്പറുകളിലേക്കൊന്ന് നോക്കിയതും അവളുടെ കണ്ണുകൾ ഞെട്ടലിൽ വിടർന്നു. മുഖത്തെ നിറം മുഴുവൻ മാഞ്ഞുപോയി. ആ ഫയലിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന ചോദ്യത്തോടെ അവൾ അർമാനെ നോക്കി. അവളുടെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായ അർമാൻ പറഞ്ഞു, അടുത്ത 6 മാസത്തേക്ക് ഈ വീട്ടില് എന്റെ കെയർടേക്കറായി നീ ജോലി ചെയ്യണം. ഇവിടുത്തെ ഒരു വീട്ടു ജോലിക്കാരിയെ പോലെ. അതിന് മാസം 1 ലക്ഷം രൂപ ശമ്പളം. അങ്ങനെ 6 മാസത്തിന് ആകെ 6 ലക്ഷം രൂപയും ലഭിക്കും. അത് കേട്ട ആസ്തയുടെ ഉള്ളം മുഴുവൻ കുലുങ്ങിപ്പോയി. അർമാൻ തന്റെ ആത്മാഭിമാനത്തെയാണ് വേദനിപ്പിച്ചതെന്ന് അവൾക്ക് തോന്നി. തന്നെ പണത്തിനു വേണ്ടി എന്തും ചെയ്യുന്ന ആളായും തട്ടിപ്പുകാരിയായും കണ്ടാണ് അയാൾ സംസാരിക്കുന്നതെന്ന് അവൾ മനസ്സിലാക്കി. ഇത്രയും പണമുണ്ടായിട്ടും ഒരു മനുഷ്യനെ മനുഷ്യനായി കാണാനോ മര്യാദയോടെ സംസാരിക്കാനോ പോലും അറിയാത്ത ആളാണ് അർമാൻ എന്നവൾ മനസ്സിൽ പറഞ്ഞു. തനിക്ക് അവന്റെ പണത്തിൽ യാതൊരു താല്പര്യവുമില്ലെന്നും ആ പണം അവൻ തന്നെ വച്ചോട്ടെ എന്നും പറയണമെന്ന് ആസ്തയ്ക്ക് തോന്നി. മുത്തശ്ശനെ നോക്കുന്നത് പണത്തിനു വേണ്ടിയല്ലെന്നും അദ്ദേഹത്തിന്റെ സ്നേഹത്തിനും വിശ്വാസത്തിനും വേണ്ടിയാണെന്നും അർമാൻ പറഞ്ഞില്ലെങ്കിലും മുത്തശ്ശനെ അവൾ ആത്മാർത്ഥമായി ശുശ്രൂഷിക്കുമായിരുന്നുവെന്നും അവൾക്കറിയാമായിരുന്നു. പക്ഷേ അതൊന്നും അവൾക്ക് അർമാന്റെ മുന്നിൽ പറയാൻ കഴിഞ്ഞില്ല. അവൾ ഒന്നും മിണ്ടാതെ അവനെ തന്നെ നോക്കി നിന്നു. അപ്പോൾ ദേഷ്യത്തോടെ അർമാൻ വീണ്ടും ചോദിച്ചു, നിനക്ക് കേൾവിശക്തിയില്ലേ? എന്റെ ക്ഷമയെ വീണ്ടും വീണ്ടും പരീക്ഷിക്കാണോ? ഉടൻ തന്നെ പേനയെടുത്ത് കോൺട്രാക്റ്റിൽ ഒപ്പിടാൻ അവൻ ആവശ്യപ്പെട്ടു. കൂടാതെ അർമാൻ സിംഘാനിയയുടെ പേര് ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചാൽ അവൾക്ക് ചിന്തിക്കാനാകാത്ത ശിക്ഷ ലഭിക്കുമെന്നും അവൻ മുന്നറിയിപ്പ് നൽകി. അത് കേട്ട ഉടനെ ആസ്ത ഒരു നിമിഷം പോലും വൈകാതെ പേനയെടുത്ത് ഫയൽ വായിക്കാതെ തന്നെ അതിലൊപ്പിട്ടു. എങ്ങനെയെങ്കിലും അർമാനിൽ നിന്ന് രക്ഷപ്പെടുക മാത്രമായിരുന്നു അവളുടെ ലക്ഷ്യം. അവൾ ഒപ്പിട്ടതും അർമാൻ ആ പേപ്പറുകൾ അവളുടെ കയ്യിൽ നിന്ന് വലിച്ചെടുത്ത് ഒരു വക്രച്ചിരിയോടെ അവളെ നോക്കി. പിന്നാലെ ആ പേപ്പറുകൾ കട്ടിലിലേക്ക് എറിഞ്ഞിട്ട് പതിയെ ആസ്തയുടെ അടുത്തേക്ക് നടന്നു. അത് കണ്ട ആസ്ത ഭയന്ന് ഓരോ ചുവടായി പിന്നിലേക്ക് നീങ്ങാൻ തുടങ്ങി. എന്റെ കൃഷ്ണ, ഞാനിനി എങ്ങോട്ടു പോകും? ഈ രാക്ഷസന്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണേ എന്ന് ആസ്ത മനസ്സിൽ പ്രാർത്ഥിച്ചു. അപ്പോഴേക്കും അർമാൻ ഇരുവശത്തു നിന്നും അവളുടെ വഴി തടഞ്ഞു നിന്നു. അവളുടെ മനോഹരമായ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയ ശേഷം ചോദിച്ചു, താനിപ്പോ ഒപ്പിട്ടത് ഏതൊക്കെ പേപ്പറുകളിലാണെന്നറിയോ? നീ പഠിച്ചിട്ടുള്ള ആളല്ലേ? ഒരിക്കലെങ്കിലും ആ പേപ്പറുകൾ വായിക്കണമെന്ന് പോലും തോന്നിയില്ലേ നിനക്ക്? അത് കേട്ട് ആസ്ത അത്ഭുതത്തോടെ അർമാനെ നോക്കി. അപ്പോൾ അവൻ പറഞ്ഞു, നീ അത് വായിച്ചില്ലെങ്കിൽ ഞാൻ തന്നെ അത് പറഞ്ഞുതരാം. ആ കോൺട്രാക്റ്റിന്റെ അവസാന 2 കോളങ്ങളിൽ തന്നെ ചതിക്കാനോ കള്ളം പറയാനോ ശ്രമിച്ചാൽ നിന്നെ കൊലപ്പെടുത്താനുള്ള അവകാശം പോലും തനിക്കുണ്ടെന്ന് അതിൽ എഴുതിയിട്ടുണ്ടെന്ന് അവൻ പറഞ്ഞു. അർമാൻ ഇത്രയും അടുത്ത് നിൽക്കുന്നത് കണ്ട ആസ്ത ഉറക്കെ നിലവിളിച്ചു. ആ നിലവിളി അർമാന്റെ കാതിൽ മുഴങ്ങിപ്പോയി. ഉടനെ അവൻ ഒരു കൈകൊണ്ട് സ്വന്തം ചെവി പൊത്തുകയും മറ്റേ കൈകൊണ്ട് ആസ്തയുടെ വായ മൂടുകയും ചെയ്തു. നീ എന്താ ചെയ്തത്? ഇങ്ങനെ ഉറക്കെ ആരെങ്കിലും നിലവിളിക്കോ എന്നവൻ ദേഷ്യത്തോടെ ചോദിച്ചു. അർമാന്റെ ദേഷ്യം നിറഞ്ഞ ശബ്ദം കേട്ടതും ആസ്ത വീണ്ടും പേടിച്ചുപോയി. അവൾ പൊട്ടിക്കരയാൻ തുടങ്ങി. അത് കണ്ട അർമാന് എന്തു പറയണമെന്ന് പോലും മനസ്സിലായില്ല. ഇപ്പോ ഇവൾ എന്റെ കാത് പൊട്ടിച്ചിട്ട് ഒന്നും അറിയാത്ത പാവം പോലെ നിന്ന് കരയാണല്ലോ എന്ന് അവൻ മനസ്സിൽ പറഞ്ഞു. അങ്ങനെ ചിന്തിച്ച അർമാൻ ഒരു നിമിഷം ആസ്തയെ നോക്കി നിന്ന ശേഷം മുറിയിൽ നിന്ന് പുറത്തേക്ക് നടന്നു. അർമാൻ പോയതോടെ ആസ്ത ആശ്വാസത്തോടെ ഒരു ദീർഘനിശ്വാസം വിട്ടു. കട്ടിലിന്റെ ഒരറ്റത്തിരുന്ന് പൊട്ടിക്കരഞ്ഞ അവൾ സ്വയം ചോദിച്ചു, നാനിമ, എല്ലാവരോടും നന്മ ചെയ്താൽ നമുക്കും നന്മ മാത്രമേ സംഭവിക്കൂവെന്ന് എപ്പോഴും പറയുമായിരുന്നല്ലോ. ഞാൻ ഇന്നുവരെ ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എന്റെ ജീവിതത്തിൽ മാത്രം എന്തുകൊണ്ട് ഇത്രയും ദുരിതങ്ങൾ സംഭവിക്കുന്നത്? അതേസമയം ആകാശ്, സുമിത്, ധ്രുവ്, അഹാൻ എന്നിവരും മുത്തശ്ശനും വീട്ടിലെത്തി. ആ വലിയ മാളിക മുഴുവൻ ഒരു വിചിത്രമായ നിശബ്ദത നിറഞ്ഞിരുന്നു. 4 പേരും ആരോടും ഒന്നും സംസാരിക്കാതെ നിന്നു. അപ്പോഴാണ് അർമാൻ പടികൾ ഇറങ്ങി വരുന്നത് അവർ കണ്ടത്.
അർമാൻ നേരെ മുത്തശ്ശന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഇപ്പോൾ ആരോഗ്യനില എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. അതിന് മുത്തശ്ശൻ സ്നേഹത്തോടെ അവന്റെ തലയിൽ തലോടിക്കൊണ്ട് തനിക്കിപ്പോൾ യാതൊരു പ്രശ്നവുമില്ലെന്നും ആസ്തയെ സ്വീകരിച്ചതിലൂടെ തന്റെ എല്ലാ ആശങ്കകളും അവൻ അവസാനിപ്പിച്ചുവെന്നും പറഞ്ഞു. ആസ്തയെ ഈ വീട്ടിലെ മരുമകളായി സ്വീകരിച്ച് തനിക്ക് നൽകിയ സന്തോഷത്തിന് പകരമായി ഇനി കുറേ വർഷങ്ങൾ കൂടി ജീവിക്കാനുള്ള പ്രതീക്ഷയാണ് ലഭിച്ചതെന്നും മുത്തശ്ശൻ സന്തോഷത്തോടെ പറഞ്ഞു. അത് കേട്ട അർമാൻ പറഞ്ഞു, മുത്തശ്ശൻ ഇപ്പോഴാ ആശുപത്രിയിൽ നിന്ന് വന്നേ. അധികം സംസാരിക്കാതെ ആദ്യം മുറിയിൽ പോയൊന്ന് വിശ്രമിക്കേ. എന്നാൽ മുത്തശ്ശൻ താൻ വിശ്രമിക്കാമെന്നും പക്ഷെ അതിനു മുൻപ് തന്റെ മരുമകളായ ആസ്തയെ ഒന്ന് കാണണമെന്നും അവളെ കണ്ടതിന് ശേഷമേ വിശ്രമിക്കൂ എന്നും പറഞ്ഞു. മുത്തശ്ശന്റെ ആ വാശി കേട്ടതോടെ അർമാന് ചെറിയ ദേഷ്യം വന്നു. പക്ഷേ ഇപ്പോൾ ആസ്തയെ കാണുന്നതിൽ നിന്നും മുത്തശ്ശനെ എങ്ങനെ തടയുമെന്ന് അവന് മനസ്സിലായില്ല. ആശുപത്രിയിൽ നിന്ന് വന്ന ഉടനെ മുത്തശ്ശനെ നിരാശപ്പെടുത്തുന്നതും ശരിയല്ലായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ അർമാൻ ആലോചനയിൽ മുഴുകി. അപ്പോഴാണ് അഹാൻ ചോദിച്ചത്, ബയ്യ ബാബി എവിടെയാ? വീട്ടിലെത്തിയത് മുതൽ ഇതുവരെ ബാബിയെ കണ്ടില്ലല്ലോ. നിറഞ്ഞ സ്നേഹത്തോടെ വീണ്ടും ബാബി എവിടെയാണെന്ന് അഹാൻ ചോദിച്ചു. ആ വാക്ക് കേട്ടയുടനെ അർമാന്റെ മുഖം ദേഷ്യത്തിൽ കടുത്തു. അവൻ അഹാനെ രൂക്ഷമായി തുറിച്ചു നോക്കാൻ തുടങ്ങി. ഇതെല്ലാം അവരുടെ അഭിനയം മാത്രമാണെന്ന് മുത്തശ്ശൻ തിരിച്ചറിയുമോ? ആ കോൺട്രാക്ട് മാരേജിൽ തുടരാൻ അർമാനും ആസ്തയ്ക്കുമാകുമോ? ഈ കഥയുടെ ബാക്കി അറിയാൻ കേൾക്കൂ തേരെ ഇഷ്ക് മേ. പോക്കറ്റ് FM-ൽ മാത്രം. ഡൗൺലോഡ് പോക്കറ്റ് FM. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.